ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നടത്താവൂ എന്ന് നമുക്ക് ചാർട്ടുണ്ടാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യം ഗൗരവകരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ആ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് പ്രശ്നമുണ്ടായി എന്നുള്ള പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കാലത്ത് പറഞ്ഞതുപോലെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കാൻ നമ്മൾ കഴിയുകയില്ല. സാധ്യമാവുന്നിടത്തോളം നമ്മളെല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ ഫലപ്രദമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ കോടികളുണ്ട് എന്ന് ഉള്ള സംശയം ഏത് സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിന്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഞാനിനി വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 2 ജില്ലകളുടെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് അറിയിക്കാം. അതിന്റെ ഒരു ഏകോപനമുണ്ട്. നമുക്ക് പറഞ്ഞ് നമുക്ക് തരാം. ബോക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ബോക്സിനെ കുറിച്ചാണ് സാറ് പറയുന്നത്. ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ DNA നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും. ഹെലികോപ്റ്റർ, മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കും. ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും. ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ലഭ്യമാക്കും. ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും. മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും. പാലങ്ങളിലും റെഗുലേറ്റർ ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും. PV അൻവർ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, ജില്ലാ കളക്ടർ VR വിനോദ്, അസിസ്റ്റന്റ് കളക്ടർ DMO ഡോക്ടർ R രേണുക, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, DFO കാർത്തിക്, റീജിയണൽ ഫയർ ഓഫീസർ, HMC അംഗങ്ങൾ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഫയർസേന അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.